എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോതി വരെയുള്ള നക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലമായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വിശാഖം മുതലുള്ള നക്ഷത്രത്തിൻ്റെ ആണ് പറയാൻ പോകുന്നത്. അപ്പം വിശാഖം നക്ഷത്രത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവർ സൽസ്വഭാവികളും സദാചാരനിഷ്ഠയും ബുദ്ധി സാമർഥ്യവും ഒക്കെ ഉള്ളവരായിരിക്കും. വിശാഖം നാളിൽ ജനിച്ച മിക്കവരും നീതി നിർവഹണത്തിൽ അവർ പ്രത്യേകം താല്പര്യം കാണിക്കുന്നവരായിരിക്കും. എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിക്കായി ഇവർ നിരന്തരം അധ്വാനിക്കും. സ്വന്തം അഭിപ്രായങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. പ്രായോഗിക ബുദ്ധി കൂടുതലായി ഉണ്ടാകും. തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നതിലും അത് പ്രയോഗിക്കുന്നതിലും പ്രത്യേക വൈദഗ്ധ്യമുള്ളവരായിരിക്കും ഇവർ. ജീവിതത്തിൽ അധികവും സ്വജനങ്ങളിൽ നിന്നും അകന്നു കഴിയാൻ സംഗതിയാവും ഇവർക്ക്. മാതാവിൽ നിന്ന് പ്രയോജനം കുറയും. പിതാവിനോട് കൂടുതൽ അടുപ്പമുണ്ടാവുകയും ചെയ്യും. മാതാപിതാക്കളെ പറ്റി അഭിമാനിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാവും. പക്ഷേ അവരുമായി ഇടയ്ക്കിടെ കലഹിക്കുന്നും ഉണ്ടാവും. അങ്ങനെ ഒരു യോഗം വരുന്നുണ്ട്. അന്യരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇവർ മടി കാണിക്കുന്ന കൂട്ടരാണ്. അധ്വാനശീലരും സ്വാശ്രയബോധവും കൂടുതലുണ്ടാവും. സ്വാർത്ഥ ചിന്തകൾ കൂടിയിരിക്കും. അന്യരുടെ മനോഭാവത്തെപ്പറ്റി ചിന്തിക്കാതെ ഓരോന്നും പ്രവർത്തിക്കും. തൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് ഇവർ അധികമൊന്നും ചിന്തിക്കാറില്ല. ശരിയെന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. അത് പിതാവിന് വിരുദ്ധമായാൽ പോലും അതിനെപ്പറ്റി ചിന്തിക്കുകയുമില്ല ഇവർ. ഇതുമൂലം അടുത്ത ബന്ധുക്കളുടെ പോലും അതൃപ്തിക്ക് പാത്രമാവും. പക്ഷേ അത് കാര്യമാക്കി എന്ന് വരികയുമില്ല. പണസംബന്ധമായ കാര്യങ്ങളിൽ കരുതലോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും. ചെലവ് ചുരുക്കാൻ പരമാവധി ഇവർ ശ്രമിക്കും. കഴിവതും അത്യാവശ്യങ്ങൾക്ക് മാത്രം ചെലവ് ചെയ്യാനും ബാക്കി സൂക്ഷിച്ചു വയ്ക്കാനും താല്പര്യം കാണിക്കുന്നവരായിരിക്കും ഈ ജാതകക്കാർ. വിശാഖം നാളുകാർ പക്ഷേ സന്താനങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ധാരാളമായി ചെലവ് ചെയ്യുകയും ചെയ്യും. എല്ലാം കൃത്യമായും ചിട്ടയായും നടത്തണമെന്നും സുഖസൗകര്യങ്ങൾക്കൊരു കുറവും വരുത്തരുതെന്നും നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും ഇവർ. ആർക്കു വേണ്ടിയും അധികമായി ത്യാഗം സഹിക്കാൻ തയ്യാറാവുകയില്ല. ആർക്കും കീഴടങ്ങി നിൽക്കാനും ഇവർ ഇഷ്ടപ്പെടുകയുമില്ല. കർത്തവ്യനിഷ്ഠയുണ്ടാവും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ അതിൻ്റെ ഫലത്തെപ്പറ്റി അധികമൊന്നും ഇവർ ചിന്തിക്കാറില്ല. പാകതയും സംസ്കാരമുള്ളവരാണ് ഇവരിൽ മിക്കവരും. വിശാഖം നാളിൽ ജനിച്ച സ്ത്രീകൾ വിനയം, ഔദാര്യം, ഭർതൃഭക്തി തുടങ്ങിയതുകൊണ്ട് എല്ലാവർക്കും മാതൃകയായിരിക്കുമെന്നും പറയുന്നുണ്ട്. വിശാഖം നാളുകാരുടെ ബാല്യകാലം പൊതുവെ സന്തോഷകരമായിരിക്കും. ആരോഗ്യം മെച്ചമാവും. കുടുംബത്തിന് ഭൂസ്വത്ത്, പുതിയ വീട്, വാഹനം തുടങ്ങിയവ ഉണ്ടാകാൻ ഈ കാലത്ത് യോഗമുണ്ട്. 10 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള കാലം ഗുണദോഷ മിശ്രിതമായിരിക്കും. തടസ്സങ്ങളും പരാജയങ്ങളും ഇടയ്ക്കിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. 25 വയസ്സിന് ശേഷം 42 വയസ്സ് വരെയുള്ള കാലം തൊഴിൽ ഗുണം നേടും. ബന്ധുസുഖം, സന്താന ഗുണം തുടങ്ങിയവ സൂചിപ്പിക്കുന്നതാണ്. 42 വയസ്സ് വരെയുള്ള കാലത്ത് 42 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള കാലം രോഗപീഠകൾ അലട്ടിക്കൊണ്ടിരിക്കും. അപകടങ്ങൾ, മനക്ലേശം തുടങ്ങിയവ ഉണ്ടാകാവുന്നതാണ്. 50 വയസ്സിന് ശേഷമുള്ള കാലം പൊതുവെ ഗുണകരമായിരിക്കും എന്ന് പറയുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ വാക്കും ശരീരവും പൊതുവെ മനോഹരമായിരിക്കും. സമ്പത്തും ബന്ധുക്കളിൽ പ്രിയവും ഇവർക്കുണ്ടായിരിക്കും. തീർത്ഥ സ്നാനത്തിലും വ്രതാനുഷ്ഠാനങ്ങളിലും പുണ്യങ്ങളിലും മറ്റും സദാചാരങ്ങളിലും താല്പര്യം ഉണ്ടാവും ഈ കൂട്ടർക്ക്. അടുത്തത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതഗതിയുടെ പ്രത്യേകത പ്രധാനമായും അതിൻ്റെ അനിശ്ചിതത്വമാണ്. പലവിധ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു. കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെ വിജയകരമായി നേരിടാനും അതിജീവിക്കാനുമുള്ള അസാധാരണമായ കഴിവ് ഇവർക്കുണ്ടാകും. ആകുല ചിന്തകൾ കുടിയിരിക്കും. ഗൗരവഭാവം എപ്പോഴും മുഖത്ത് നിലനിൽക്കും.
ഒരു കാര്യവും നിസ്സാരമായി കണക്കാക്കുകയില്ല. നിർബന്ധബുദ്ധി കൂടും. ശത്രുക്കളോട് ക്ഷമിക്കുകയില്ല. ഇവർ എതിർപ്പുകൾ നേരിടുന്നതിൽ വളരെ കർക്കശത്വം പാലിക്കുക. ദയോ വിട്ടുവീഴ്ചയോ കാണിച്ചെന്ന് വരികയില്ല. പക്ഷേ അധ്വാന ഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം പലപ്പോഴും കിട്ടിയെന്നും വരികയില്ല. യാദൃച്ഛിക കാരണങ്ങൾ മൂലം നിരാശപ്പെടാതെ തുടർന്നും പ്രവർത്തിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാവും. വ്യവസായം, വ്യാപാരം, കൃഷി തുടങ്ങിയ മേഖലകളിലായിരിക്കും കൂടുതൽ ഇവർ പ്രവർത്തിക്കുന്നത്. ഉയർന്ന നിലയിലുള്ളവരുടെ സൗഹൃദവും സഹകരണവും നേടും. ധാരാളം സുഹൃത്തുക്കൾ ഇവർക്കുണ്ടാകും. പക്ഷേ ഇടയ്ക്കിടെ സുഹൃത്തുക്കളുമായി കലഹിച്ചെന്നും വരാം. സ്വജനങ്ങളിൽ നിന്നും പ്രയോജനം കുറയും. ഉറച്ച ഈശ്വരവിശ്വാസിയായിരിക്കും. ഇത്തരം സന്ദർഭങ്ങൾ അതിജീവിക്കാൻ കഴിവ് നൽകുക. സംസാരത്തിൽ കർക്കശത്വം കാണിക്കുമെങ്കിലും മനസ്സ് പൊതുവെ ശുദ്ധമായിരിക്കും. ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഇക്കൂട്ടർ. ശുഭാപ്തി വിശ്വാസം കൂടുതലായി ഉണ്ടാവും. പലവിധ പരിവർത്തനങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇവർക്ക്. ദൂരദേശ സഞ്ചാരം ചെയ്യാനും ദൂരദേശത്ത് താമസിക്കാനും സംഗതി ആവും ഇവർക്ക്. അതിനുള്ള അവസരം വരും. മാതാപിതാക്കളാൽ, സഹോദരങ്ങൾ തുടങ്ങിയവരുമായി അടുപ്പക്കുറവും ഇവർക്കുണ്ടാവും. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയും സ്വാഭാവികങ്ങളായ സന്താനങ്ങളും ഉണ്ടാവും. സ്വന്തം പരിശ്രമം കൊണ്ട് ധനം നേടുകയും സുഖജീവിതം നയിക്കുകയും ചെയ്യും. ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധക്കുറവ് കാണിക്കുമെങ്കിലും ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും. ദിനചര്യയിൽ ചിട്ടയോ ക്രമമോ ഉണ്ടായെന്ന് വരികയില്ല. ഔഷധങ്ങൾ സേവിക്കുക, പഥ്യം ആചരിക്കുക തുടങ്ങിയവയിലും ഉത്സാഹക്കുറവ് കാണിക്കും. ശ്വാസകോശ രോഗങ്ങൾ, ശിരോരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയ ചെറിയ തോതിൽ ബാധിക്കാൻ യോഗം പറയുന്നു. പക്ഷേ ഗൗരവമായ രോഗപീഠയ്ക്ക് അവർക്ക് ന്യായമില്ല. ബാല്യകാലത്ത് ശ്വാസകോശങ്ങളാലും കൂടുതൽ ആയി അങ്ങനെയുള്ള ദുരിതങ്ങൾ ഇവർക്ക് അനുഭവപ്പെട്ടും 10 വയസ്സിന് ശേഷം 27 വയസ്സുള്ള കാലത്ത് മെച്ചമായ ആരോഗ്യം അനുഭവത്തിൽ വരും. ഈ കാലത്ത് വിദ്യാഭ്യാസം, തൊഴിൽ ലാഭം തുടങ്ങിയ നേടും. ദൂരദേശത്ത് താമസിക്കാൻ സാഹചര്യമുണ്ടാവും. 27 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള കാലത്ത് പെട്ടെന്നുള്ള രോഗപീഠ, മുറിവ്, ചതവ്, അപകടങ്ങൾ തുടങ്ങിയവ ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുത്വത്തിലുള്ളവരുടെ വേർപാടിനും സാധ്യത പറയുന്നു. 34 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ ആ ഒരു കാലഘട്ടം വളരെ മനോഹരമായ, ശുഭകരമായ ഒരു കാലഘട്ടമായിരിക്കും. അതിനുശേഷം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലമാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പൊതുവെ ബന്ധുഗുണമുള്ളവരായും അഹങ്കാരമില്ലാത്തവരായും ശരീരത്തിന് പ്രസന്നതയും പ്രഭുത്വവും ഉള്ളവരായും അലങ്കാരങ്ങളും ആഡംബരങ്ങളും ഇല്ലാത്തവരായും ഗുരുഭക്തയായും ഭർത്താവിങ്കൽ പ്രിയമുള്ളവരായും ഭവിക്കും. അടുത്തത് തൃക്കേട്ടയാണ്. തൃക്കേട്ട നാളിൽ ജനിച്ചവർക്ക് വക്രബുദ്ധി കുറഞ്ഞിരിക്കും. അവർ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. ഇവർ ധീരന്മാരും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നവരും ആർക്കും കീഴടങ്ങി നിൽക്കാത്തവരുമായിരിക്കും. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നല്ല സാമർഥ്യമുള്ളവരായിരിക്കും. അല്പം അഹങ്കാരത്തോടുകൂടി സംസാരിക്കുമെങ്കിലും കൂടുതൽ കഴിവുള്ളവരോട് ഇടപെടുമ്പോൾ വിനയവും മര്യാദയും ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. അടുത്ത സുഹൃത്തുക്കളോട് ആശയവിനിമയം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കുന്നവരായിരിക്കും. ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാവും. ചെറിയ അസുഖങ്ങൾ അവഗണിക്കും. സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉണ്ടാവും. പല്ലുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകാമെങ്കിലും സൗന്ദര്യത്തെ അത് ബാധിക്കുകയില്ലെന്നും പറയുന്നുണ്ട്. ശിരോരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിക്കാനിടയുണ്ട്. പെട്ടെന്ന് കോപിക്കുകയും സാഹസ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തെന്ന് വരാം. അടുത്ത നിമിഷത്തിൽ അതിനെപ്പറ്റി പശ്ചാത്തപിക്കുകയും ഞാനെന്ന ഭാവം സംസാരത്തിലും പ്രവൃത്തിയിലും മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് പലപ്പോഴും ജീവിത പരാജയത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി കലഹിക്കാം, അവരെ അവഗണിക്കും. ഇതുമൂലം അവരിൽ നിന്നും ഉണ്ടാകാവുന്ന പല ഗുണങ്ങളും നഷ്ടപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട്. സ്വജനങ്ങളുമായി പൊതുവെ അകൽച്ചയിലായിരിക്കും ഉണ്ടാവുക. ജീവിതത്തിൻ്റെ മധ്യഘട്ടത്തിൽ ദൂരദേശ സഞ്ചാരം ചെയ്യാൻ യോഗം വരുന്നുണ്ട്. ബന്ധുക്കളുമായി കലഹിക്കാം, അവരെ അവഗണിക്കും. ഇതുമൂലം അവരിൽ നിന്നുണ്ടാകുന്ന പല ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം.
വിവാഹ ജീവിതം അസ്വസ്ഥമാക്കാനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് അംഗീകാരം നിൽക്കായിക മൂലം കലഹങ്ങൾക്ക് ഇടയുണ്ടാക്കും. വിവാഹമോചനം, പിണങ്ങിയുള്ള താമസം തുടങ്ങിയവയിലേക്ക് അത് വഴിതെളിച്ചേക്കാം. ബാല്യകാലം പൊതുവെ നന്നായിരിക്കും. 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലം രോഗപീഠകളും അപകടങ്ങളും സൂചിപ്പിക്കുന്ന കാലമാണ്. 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലം വളരെ ഗുണകരമായിരിക്കും എന്നും പറയുന്നു. 35 വയസ്സിന് ശേഷം ഗുണദോഷ മിശ്രിതമായിരിക്കും. വാർദ്ധക്യകാലത്ത് ക്ലേശങ്ങളും രോഗപീഠകളും വന്നേക്കാം. ഈ നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് മനസ്വസ്ഥത കുറവായിരിക്കും എന്നാണ് കാണുന്നത്. ഭർത്താവിൻ്റെ വിശ്വാസക്കുറവ് മൂലം ഇവർക്ക് മനക്ലേശം ഉണ്ടാകാം. വിമർശനങ്ങളും അപവാദങ്ങളും സഹിക്കേണ്ടി വന്നു എന്ന് വരാം. സ്ത്രീകൾ പൊതുവെ സൗന്ദര്യവും പ്രതിഭയും ഏറ്റവും മനോഹരമായ വാക്കും സുഖകാര്യങ്ങളിൽ താല്പര്യവും വളരെ ധനവും സൗഭാഗ്യവും പുത്രന്മാരും ബന്ധുക്കളിൽ സന്തോഷവും സത്യവും ഉള്ളവരായി ഇവർ ഭവിക്കും. അടുത്ത മൂലം മുതലുള്ള 3 നക്ഷത്രത്തിൽ ഫലമായിരിക്കും അടുത്ത എപ്പിസോഡിൽ പറയുന്നത്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.